ഹലോ. അങ്ങനെ മിറായി പടം കണ്ടു. പടത്തിൻ്റെ ഒപ്പീനിയൻ പറയാൻ വേണ്ടി വന്നേക്കുകയാണ്. ഞാൻ കണ്ടിട്ട് ആക്ച്വലി കുറച്ച് ദിവസമായി. പക്ഷേ പിന്നെ വീഡിയോ ചെയ്യണോ വേണ്ടയോ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പിന്നെ എന്തായാലും ചെയ്തേക്കാം എന്നങ്ങോട്ട് വിചാരിച്ചു. സോ പടം ഇസ് ഡയറക്റ്റഡ് ബൈ കാർത്തിക് ഘട്ടംനേനി ആൻഡ് ഓവറോൾ ഞാൻ പറയുകയാണെങ്കിൽ ഒരു നൈസ് അറ്റംപ്റ്റ് ആണ്. പക്ഷേ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഭയങ്കര സംഭവമായിട്ട് തോന്നിയില്ല. സോ ഞാൻ സ്റ്റാർട്ടിങ് ഓഫ് വിത്ത് സം നൈസ് തിങ്സ് അബൌട്ട് ഇറ്റ്. പടം ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര പ്രെഡിക്റ്റബിളും നമുക്ക് മനസ്സിലാവുന്ന സംഭവത്തിലൊക്കെയാണ് പടം പോണെങ്കിലും സ്റ്റോറി വൈസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ള സ്റ്റോറീസ് ഒക്കെ തന്നെ. പക്ഷേ എനിക്കിതിൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിലെ ഒറിജിൻ സ്റ്റോറീസ് ഒക്കെ കുറച്ച് നൈസ് ആയിരുന്നു. നമ്മൾ അത് ഇതുവരെ കാണാത്തൊന്നും അല്ല. പക്ഷേ അറ്റ് സെയിം ടൈം ഇവർ പ്രസൻറ്റ് ചെയ്തേക്കുന്നത് കുറച്ച് നൈസായിട്ടായിരുന്നു. ഇവർ ഇടയ്ക്ക് ചെറിയ ട്വിസ്റ്റ് പോലെ ഇങ്ങനെ കണക്ഷൻ കൊണ്ടിരുന്നതൊക്കെ നൈസായിട്ടുണ്ടായിരുന്നു. മെയിൻലി വില്ലൻ്റെ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആണ്. നായകൻ്റെയും കുഴപ്പമില്ല. പക്ഷേ അതൊക്കെ കുറച്ച് കാണിച്ചേക്കുന്നതൊക്കെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് കാണിച്ചേക്കണത്, സെറ്റപ്പ് ചെയ്തേക്കുന്നതൊക്കെ. പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ ആക്ഷൻ സീക്വൻസസ് കുറച്ച് നൈസ് കൂൾ സ്റ്റഫ് ഉണ്ടായിരുന്നു. നമ്മൾ ഓവറോൾ നോക്കുമ്പോൾ കുറേ ലോജിക് സംഭവങ്ങളും പിന്നെ ഇതങ്ങനത്തെ ഒരു ഫാൻറ്റസി സ്റ്റോറിയാണ്. സ്റ്റിൽ കുറേ നൈസ് ആക്ഷൻ കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നു. ഓവർ കത്തി സാധനങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ ഇടയിൽ കൂടെ നൈസ് കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നു. ആൻഡ് പടത്തിൻ്റെ മ്യൂസിക് ഇസ് ബൈ ഗൗര ഹരി. ആൻഡ് പുള്ളി ഓവറോൾ മ്യൂസിക് നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ എനിക്ക് തോന്നിയത് കുറേ സംഭവങ്ങളിൽ നൈസ് മ്യൂസിക് വരുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ചില ആവശ്യമില്ലാത്ത സമയത്ത് ഭയങ്കര മ്യൂസിക് ഇട്ടിട്ടുണ്ട്. പക്ഷേ ഓവറോൾ മ്യൂസിക് ഭയങ്കര അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയത്. സോങ്സ് എനിക്ക് ഭയങ്കര സ്റ്റാൻഡ് ഔട്ട് സോങ്സ് ഒന്നും എനിക്ക് തോന്നിയില്ലായിരുന്നു. പക്ഷേ BGM വരുമ്പോൾ കുറേ നൈസ് ഏരിയാസിലൊക്കെ നൈസ് മ്യൂസിക്കായിട്ട് എനിക്ക് തോന്നിയായിരുന്നു. പിന്നെ ക്യാമറയിലോട്ട് വരുമ്പോൾ വിഷ്വൽസ് ആക്ച്വലി ദ ക്യാമറാമാൻ ഈസ് ദ ഡയറക്ടർ കാർത്തിക് ഘട്ടംനേനി. പുള്ളി ആക്ച്വലി ഒരു സിനിമാറ്റോഗ്രാഫർ ആണ്. അത് കഴിഞ്ഞിട്ടാണ് പുള്ളി ഡയറക്ടർ ആയത്. സോ അതിൻ്റെ ക്വാളിറ്റി കാണാനുണ്ട്. നമ്മൾ ആക്ച്വലി വിഷ്വൽസ് നോക്കുമ്പോൾ ഭയങ്കര നൈസാണ്. പക്ഷേ അത് ഈസ് സ്ട്രിക്ട്ലി ടു ആക്ച്വൽ ലൈവ് ലൊക്കേഷൻസ് ഒക്കെ. സോ മോസ്റ്റ്ലി ഇങ്ങനെ ലൈവ് ആക്ഷൻസോ അല്ലെങ്കിൽ ലൈവ് സീൻസൊക്കെ വരുമ്പോൾ ഭയങ്കര അടിപൊളി വിഷ്വൽസ് ആണ്. പിന്നെ പടത്തിൽ അവിടെ ഇവിടെയും VFXും AIയും വെച്ച് കുറേ കളി കളിച്ചിട്ടുണ്ട്. സോ അതൊന്നും അത്ര കൺവിൻസിംഗ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. അതിനെക്കുറിച്ച് ഞാൻ പിന്നെ നെഗറ്റീവ്സിൽ പറയാം. പക്ഷേ ഓവറോൾ നമ്മൾ ലൈവ് ലൊക്കേഷൻസ് കാണുമ്പോഴും ആക്ച്വൽ റിയൽ സാധനങ്ങളൊക്കെ കാണുമ്പോൾ അതിൻ്റെ വിഷ്വൽസ് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നി. പിന്നെ പെർഫോമൻസസ് ഓവറോൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മോശം എന്നങ്ങോട്ട് പറയാൻ പറ്റില്ല മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ. പക്ഷേ അതിനകത്ത് കുറച്ച് മോശമുണ്ട്. അത് ഞാൻ പിന്നെ നെഗറ്റീവ്സിൽ പറയാം. ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ പടത്തിന് ആവശ്യമുള്ളത് എല്ലാവരും ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ. സോ അത് ഒരു മോശം കാര്യമല്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് പോസിറ്റീവായിട്ട് പറഞ്ഞതേ ഉള്ളൂ. സോ ബേസിക്കലി അത്രയൊക്കെയാണ് എനിക്ക് പോസിറ്റീവായിട്ട് തോന്നിയത്. പിന്നെ കുറച്ച് നെഗറ്റീവ്സ് പറയാനുണ്ട്. സോ നമുക്ക് അതിലോട്ട് കിടക്കാം. ബേസിക്കലി പടത്തിൻ്റെ ലെങ്ത് ഭയങ്കര കൂടുതലായിട്ട് എനിക്ക് തോന്നിയത്. സംഭവം കുറച്ച് കട്ട് ഡൗൺ ചെയ്യായിരുന്നു. പടത്തിൻ്റെ എഡിറ്റിംഗ് ഈസ് ഡൺ ബൈ ശ്രീകർ പ്രസാദ്. മച്ചാൻ അടിപൊളി എഡിറ്ററാണ്, നമുക്കറിയാം. പക്ഷേ അത് നമ്മൾ ശരിക്കും ആക്ഷൻ സീക്വൻസും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ വരുമ്പോൾ ഭയങ്കര അടിപൊളിയാണ് ആ എഡിറ്റിംഗ് സ്റ്റൈലും സംഭവങ്ങളൊക്കെ. പക്ഷേ അറ്റ് ദ സെയിം ടൈം പടത്തിലെ സീക്വൻസസ് കുറേയൊക്കെ ഭയങ്കര ബിൽഡപ്പ് സീനുകളും അല്ലെങ്കിൽ നമ്മളിങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ കുറേ ടൈം എടുത്ത് നമ്മളെ കാണിച്ചു. നമുക്ക് ഇതാണ് സംഭവിക്കാൻ പോണേ, ഇതിനെക്കുറിച്ചാണ് പറയണതെന്നൊക്കെ മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞിട്ടും സീൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ അതൊക്കെ കുറച്ച് ഷോർട്ടൻ ചെയ്യായിരുന്നു. ഓൾസോ ചില ആക്ഷൻ സീക്വൻസ് ഭയങ്കര അടിപൊളിയായിട്ട് എഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ചിലത് കുറച്ച് ലോങ് ആയ പോലെ എനിക്ക് തോന്നിയായിരുന്നു. അതൊക്കെ നമുക്ക് കുറച്ച് ഷോർട്ടൻ ചെയ്ത് ഇതേപോലെയാണ് നമുക്ക് എന്താ സംഭവിക്കാൻ പോണെന്നൊക്കെ മനസ്സിലാവും. എന്നിട്ടും കുറച്ചധികം നേരം വലിപ്പിച്ച പോലെയൊക്കെ തോന്നിയായിരുന്നു. ഓവറോൾ ഇതേപോലെ കുറേ കോമഡി സീക്വൻസസും സംഭവങ്ങളൊക്കെ ഇവർ എക്സ്ട്രാ ലോങ് അടിച്ച പോലെ എനിക്ക് തോന്നിയായിരുന്നു. സോ അതേപോലെ തന്നെയാണ് ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് കോമഡി ട്രാക്ക്. എനിക്കൊരു മുക്കാൽ കോമഡിയും ഇതിനകത്ത് എനിക്ക് വർക്കായില്ല. സോ കോമഡിക്ക് വേണ്ടി ഒരു ചെറിയ സൈഡ് ട്രാക്കൊക്കെ ഇടയിൽ കൂടെ വെറുതെ പോകുന്നുണ്ട്. വെറുതെ അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. അൺനെസസറി ആയിട്ട് കുറച്ച് സീക്വൻസസ് സംഭവങ്ങളൊക്കെ വെറുതെ അതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞാൽ പോലും പടത്തിൻ്റെ സ്റ്റോറിക്കോ മൊത്തം മൂവിക്കോ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അല്ലാതെയും ഹീറോനെ വെച്ചിട്ടും ഹീറോൻ്റെ ഫ്രണ്ട്സായിട്ടും അങ്ങനെ കുറേ കോമഡി സീക്വൻസും സംഭവങ്ങളൊക്കെ കാണിച്ചതൊന്നും എനിക്ക് അത്ര വലിയ വർക്കായില്ല സംഭവം മൊത്തത്തിൽ. പിന്നെ പെർഫോമൻസിലോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും വേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ട്. അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇതിലെ ഹീറോ നോക്കിയാലും തേജ സജ, പുള്ളി എന്ന് പറഞ്ഞാൽ ഹനുമാനിൽ നമ്മൾ കണ്ട ആ ഒരു മോഡൊക്കെ തന്നെ, ആ ഒരു സെയിം ലെവലൊക്കെ തന്നെ ഇതിനകത്തും പിടിച്ചേക്കണേ. ആവശ്യത്തിന് ഇമോഷൻ വരുമ്പോൾ ഒരു ഇച്ചിരി ഇമോഷൻ പിടിക്കും. അല്ലാത്തപ്പോൾ ഫുൾ കളിച്ചിരി ആ ഒരു മോഡൊക്കെയാണ് മച്ചാൻ പിടിച്ചേക്കണത്. കുഴപ്പമില്ല. ആ ഒരു മോഡ് തന്നെ നമുക്ക് വലിയ സംഭവം തോന്നില്ല. പിന്നെ ഇതേപോലെ ഫ്രണ്ട്സും സംഭവമൊക്കെ കുറേ ചളിയൊക്കെയാണ്. അതൊക്കെ പടത്തിൽ മൊത്തത്തിൽ നോക്കുമ്പോൾ ഓക്കെയാണ്, കുഴപ്പമില്ല എന്നുള്ള ലെവലേ ഉള്ളൂ. പിന്നെ എനിക്കൊരു ഇച്ചിരിയെങ്കിലും ഹൈലൈറ്റ്സ് അവിടെ ഇവിടെയൊക്കെ തോന്നിയത് ജയറാമിൻ്റെ കുറച്ചൊന്ന് രണ്ട് സീനുകൾ നൈസായിരുന്നു. പിന്നെ ശ്രേയ പുള്ളിക്കാരിയുടെ കുറച്ച് സീൻസ് ഇതിനകത്ത് നൈസായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഓൾസോ ഇതിനകത്തൊരു ഇൻസ്പെക്ടറായിട്ട് വരുന്നൊരു ക്യാരക്ടർ ചെയ്തൊരു ആക്ടർ ഉണ്ട്. പുള്ളിയുടെ ഇതേപോലെ ഒന്ന് രണ്ട് സീനുകൾ എനിക്ക് കുറച്ചെങ്കിലും അവിടെ ഇവിടെയും ഒരു ചെറിയ ചിരി വന്നത് പുള്ളിയുടെ ഒന്ന് രണ്ട് ഡയലോഗിലേക്കാണ്. സോ അങ്ങനെ ആ ഒരു ഹൈലൈറ്റ്സ് ഉള്ള കുറച്ച് മൊമെൻറ്റ്സ് ഒഴിച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ എനിക്ക് പെർഫോമൻസ് ഒന്നും വലിയ സംഭവമായിട്ടൊന്നും ആരുടെയും തോന്നിയില്ല. ആവശ്യമുള്ളത് ചെയ്തിട്ടുണ്ട്. പക്ഷേ വേറെ പെർഫോമൻസിനെ കുറിച്ച് പറയാനുള്ളത് എനിക്ക് നായികയുടെയാണ്. അതൊരു ഇച്ചിരി കഠിനമായിരുന്നു. പുള്ളിക്കാരി എനിക്ക് തോന്നുന്നു പുള്ളിക്കാരി ഭയങ്കരമായിട്ട് ട്രൈ ചെയ്തിട്ടാണോ അതോ തീരെ പറ്റാത്തതുകൊണ്ടാണോ എന്നറിയില്ല. ബേസിക്കലി മുഖത്ത് എക്സ്പ്രഷനൊന്നും വരുന്നില്ല പകുതി സമയവും. പിന്നെ ചില സമയത്ത് ഡയലോഗ്സായിട്ടൊരു കണക്ഷൻ ഇല്ലാത്ത എക്സ്പ്രഷനൊക്കെ വന്നു പോകുന്നു.
അങ്ങനെയൊക്കെ. അത് എനിക്ക് തോന്നുന്നു പുള്ളിക്കാരിയുടെ ക്യാരക്ടർ ഒരു സന്യാസി ക്യാരക്ടറാണ്. സോ അതുകൊണ്ട് പുള്ളി ആ ഒരു സന്യാസി മോഡ് ഇങ്ങനെ ഭയങ്കര ശാന്തതയൊക്കെ പിടിച്ച് അതിൽ കൂടെ ഡയലോഗ് പറയാൻ നോക്കി അങ്ങനെയായി പോയതാണോ എന്ന് എനിക്കറിയില്ല. പുള്ളിക്കാരി ഓവറായിട്ട് ട്രൈ ചെയ്ത് അങ്ങനെയായി പോയതാണോ എന്ന് എനിക്കറിയില്ല. സോ എനിവേ ആ ഓവറോൾ സംഭവങ്ങൾ എനിക്ക് അത്ര വർക്കായില്ല. പുള്ളിക്കാരിയുടെ ആക്ടിങ് ആ ഒരു സംഭവമൊന്നും എനിക്ക് ഓവറോൾ വർക്കായില്ല. ഓൾസോ ഐ എം നോട്ട് ഷുവർ ഇഫ് ഷീസ് തെലുഗു സ്പീക്കിംഗ്. കുറേ ലിപ്സിങ്ക് ഇഷ്യൂസൊക്കെ കുറേ എനിക്ക് അവിടെ ഇവിടെയൊക്കെ തോന്നിയായിരുന്നു. സോ മേ ബി സംബഡി ഹാസ് ഡബ്ഡ് ഫോർ ഹർ. സോ അങ്ങനെ ഭയങ്കര ഒരു സിംഗിളായ്മ ഉണ്ടായിരുന്നു ആക്ടിങ്ങിലും ഇതേപോലെ ഡയലോഗ്സിലും എല്ലാം. പിന്നെ ഉള്ളത് ഇതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ ആക്ഷൻ സീക്വൻസസിലും അല്ലാതെയും ഇതിലെ കുറേ സീക്വൻസസ് ഇവർ VFXും AI വെച്ച് കുറേ സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട്. AI ഒക്കെ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. അതെ എനിക്ക് മനസ്സിലായില്ല, അത് അത്ര വലിയ ജങ്കൻ സംഭവം എന്നല്ല. ഇവർ VFX വെച്ച് തന്നെ അതൊക്കെ ചെയ്യായിരുന്നു എനിക്ക് തോന്നി. കാരണം നമ്മളത് കാണുമ്പോൾ ഇതൊരു ലേസി അറ്റംപ്റ്റ് ആയിട്ട് നമുക്ക് തോന്നും. കാരണം AI വെച്ച് ഈസി ആയിട്ട് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം ഇവരെടുത്ത് ചുമ്മാ ഇങ്ങനത്തെ 1-2 സീക്വൻസസിന് എടുത്ത് വെച്ചേക്കുകയാണ്. സോ അത് കാണുമ്പോൾ നമുക്ക് ഇത് ഇവർക്ക് മര്യാദയ്ക്ക് VFX ചെയ്താൽ പോരായിരുന്നോ എന്ന് തോന്നും. അറ്റ് ദ സെയിം ടൈം ചില ആക്ഷൻ സീക്വൻസും അല്ലെങ്കിൽ അങ്ങനത്തെ സീക്വൻസ് വരുമ്പോഴത്തെ VFXും ഓവറോൾ നമുക്ക് നോക്കുമ്പോൾ കുഴപ്പമില്ല. പക്ഷേ ഈ പടത്തിൻ്റെ ആ ഒരു ഫാൻറ്റസി ലെവലിലൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ നൈസായിട്ട് ചെയ്യായിരുന്നു അവർക്ക് അങ്ങനെ. പക്ഷേ മെയിൻലി എനിക്കൊരു ഇച്ചിരി ഇറിറ്റേഷൻ വന്നത് ആ AI യൂസ് ആയിരുന്നു. അത് കുറച്ച് അനാവശ്യമായിട്ട് നമുക്ക് ശരിക്കും മനസ്സിലാവുന്നുണ്ട് ഒന്നാമത്. ആൻഡ് ഓൾസോ ആ സീനുകളൊക്കെ അന്നും ജങ്കൻ സീനുകളൊന്നുമല്ല, അവർക്കത് ഈസി ആയിട്ട് വേണമെങ്കിൽ ചെയ്യായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി എത്രത്തോളം ബഡ്ജറ്റിലൊക്കെ കൺസ്ട്രെയിൻസ് ഉണ്ടാവും നമുക്കറിയില്ല. പക്ഷേ അങ്ങനത്തെ AI അങ്ങനെ ഓവറായിട്ട് യൂസ് ചെയ്യണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നിയിരുന്നു. സോ ഓവറോൾ ഞാൻ പറയുകയാണെങ്കിൽ ഒരു ചുമ്മാ ടൈം പാസ് മൂവി, ചുമ്മാ സമയം പൈസയൊക്കെ ഉണ്ടെങ്കിൽ പോയി കാണാം. അല്ലാതെ ജങ്കൻ പ്രതീക്ഷകളൊന്നും ഇല്ലാതെ പോയി കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ കുഴപ്പമില്ലാണ്ട് കണ്ടിരുന്നിട്ട് പോരാൻ പറ്റും. ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് പേഴ്സണലി എനിക്ക് ഹനുമാൻ എന്ന് പറഞ്ഞ തേജസ് സജയുടെ തന്നെ ഹനുമാൻ മൂവിയാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത്. അത് ഇതേപോലെ ജങ്കൻ ഭയങ്കര സംഭവം പടമായിട്ടൊന്നും അല്ല, പക്ഷേ അതിൽ ആ കോൺസെപ്റ്റ് നൈസ് ആയിരുന്നു. അറ്റ് ദ സെയിം ടൈം പടം എടുത്തു വെച്ചേക്കുന്നത് ഭയങ്കര എൻ്റർടൈനിങ് രീതിയിലായിരുന്നു. ഇതിലെ ഇവർ ഉദ്ദേശിച്ച എൻ്റർടൈൻമെൻറ്റ് കോമഡി സംഭവങ്ങളൊന്നും എനിക്ക് അത്ര വർക്കായില്ല. സോ കമ്പാരിറ്റീവ്ലി ഹനുമാനാണ് എനിക്ക് കുറച്ചും കൂടെ എൻ്റർടൈനിങ് ആയിട്ട് തോന്നിയത്. സോ ഐ വുഡ് പ്രിഫർ ദാറ്റ് ഓവർ ദിസ് വൺ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ചുമ്മാ ടൈം പാസ്, ചുമ്മാ എന്തെങ്കിലുമൊക്കെ കണ്ടിരിക്കാം, ഒരു ഫൺ മോഡ്, എന്തെങ്കിലും കുറച്ച് നൈസ് വിഷ്വൽസും സംഭവങ്ങളൊക്കെ കണ്ടിരിക്കാം എന്നുള്ളൊരു മോഡിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവം നൈസാണ്. പിന്നെ പെർഫോമൻസ് പറഞ്ഞപ്പോൾ ഞാൻ പറയാൻ വിട്ടുപോയത് ഇതിലെ വില്ലൻ മഞ്ച് മനോജ് പുള്ളിയാണ്. പുള്ളി വേറൊരു ജങ്കൻ ആക്ടറാണ്. അപ്പോൾ പുള്ളിയാണ് മെയിൻ വില്ലനായിട്ട് ഞാൻ വന്നേക്കണേ. പുള്ളിയുടെയും പുള്ളി നൈസാണ്. 1-2 സീക്വൻസിലൊക്കെ പുള്ളിയുടെ ഡയലോഗും സംഭവങ്ങളൊക്കെ വരുമ്പോൾ പുള്ളി ആ ഒരു അജനബാഹു ഒരു മോഡലൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് നൈസായിട്ട് തോന്നും. പക്ഷെ അറ്റ് ദ സെയിം ടൈം എനിക്ക് ആ ഒരു ഭയങ്കര മെനസിങ് വില്ലൻ്റെ അങ്ങനത്തെ ഒരു ഫീലൊന്നും നമുക്ക് എവിടെയും കിട്ടില്ല പുള്ളിയുടെ ആ ഒരു പെർഫോമൻസിൽ. സംഭവം ഞാൻ പറഞ്ഞ പോലെ ഒറിജിനൽ സ്റ്റോറിയൊക്കെ വെച്ചിട്ട് പുള്ളിനെ നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ പക്കാ ഫീല് നമുക്ക് മൊത്തം പടത്തിൽ നോക്കുമ്പോൾ ആ ഒരു ഇമ്പാക്റ്റ് നമുക്ക് കിട്ടിയിട്ടുമില്ല. പിന്നെ എല്ലാ പടം പോലെ ഈ പടത്തിനും സീക്വൽ വരുന്നുണ്ട്. സോ ഇനി ഇതിനകത്ത് എന്തൊക്കെ സംഭവിക്കുമെന്ന് കണ്ടറിയാം. ഇതിൻ്റെ ലാസ്റ്റ് ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീനൊക്കെ ഉണ്ട്. അതിൽ വേറൊരു ക്യാമിയോ വരുന്നുണ്ട്, ഒരു ജങ്കൻ ക്യാമിയോ. എനിക്കറിയത്തില്ല ഇപ്പോൾ അത് ന്യൂസ് ഓവറോൾ പുറത്ത് വന്നോന്ന് എനിക്കറിയില്ല. അതിൽ വേറൊരു ക്യാമിയോ ഉണ്ട്. ഇനി ആ മച്ചാനായിരിക്കും അടുത്ത പടത്തിൽ വില്ലൻ. അങ്ങനത്തെ ഒരു മോഡായിട്ടാണ് പോകുന്നതെന്ന് തോന്നുന്നു. സോ എന്തായാലും പടം ഇനിയും അടുത്ത നെക്സ്റ്റ് വരുമായിരിക്കും. അവർ ഓൾറെഡി അനൗൺസ് ചെയ്തു. പടം ഓൾറെഡി ഹിറ്റാണെന്നാണ് കേട്ടത്. സോ മിക്കവാറും അടുത്ത പാട്ട് എന്തായാലും വരുമായിരിക്കും. സോ നമുക്ക് എന്തായാലും നോക്കാം. ഈ പടം ഓവറോൾ എനിക്ക് ഓക്കെ ദാറ്റ്സ് ഓൾ. സോ നിങ്ങൾ പടം കണ്ടിട്ടുണ്ടെങ്കിൽ എന്താണ് അഭിപ്രായം എന്ന് പറയുക. ഐ വിൽ സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വൺ.